എൻ്റെ ചോദ്യത്തിന് എൻ്റെ കഥകളിലോ എൻ്റെ വായനകളിലോ ഒന്നും എനിക്കൊരു ഉത്തരം കിട്ടിയില്ല. പക്ഷേ എൻ്റെ ആ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് യേശു കർത്താവ് വന്നത്. യേശു കർത്താവ് വന്നത് എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കുവാനാണ്. എൻ്റെ രാക്ഷസീയതയിൽ നിന്ന് എന്നെ വിടുവിക്കുവാനാണ്. എനിക്കൊരു പുതിയ ജീവിതം തരാനാണ്. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കാനാണ്, ഒരു പുതിയ സൃഷ്ടിയാക്കാനാണ്. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണം. അതൊരു നാച്ചുറലായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. നമ്മൾ ഈ കയ്യാലയൊക്കെ പൊളിക്കുമ്പോൾ, ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുള്ള ഉദാഹരണം, കയ്യാലയൊക്കെ പൊളിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുമല്ലോ ചില പഴുതാരയും മറ്റുള്ള ജീവികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ജീവികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പഴുതാര നമ്മളൊരു മതിൽ പൊളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അയ്യടാ എന്തൊരു വെട്ടം, എത്ര നാളാടെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് വല്ലതും പറഞ്ഞ് ഇറങ്ങി വരുമോ? ഇല്ല. പഴുതാര എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഇരുട്ടിലേക്ക് തന്നെ കയറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള ഒരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ വെളിച്ചത്തോടുള്ള ഒരു ഇരുട്ടിൻ്റെ ഒരു നാച്ചുറൽ റെസ്പോൺസാണ് ശരിക്കും പത്രോസ് പറയുന്നത്. ആ പത്രോസിൻ്റെ മറ്റൊരു പതിപ്പ് മാത്രമാണ് ഞാൻ, അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ പാപിയായ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന കാര്യം, കർത്താവിനോട് പറയുന്ന വാക്കെന്നറിയാമോ? ഫിയർ നോട്ട്, ഭയപ്പെടണ്ട എന്ന് അവൻ പറയാൻ കാര്യം, ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് പറഞ്ഞതാണ്, ഞാൻ ഇപ്പോൾ വന്നത് നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി അല്ല. യേശുവിൻ്റെ വരവ് എന്ന് പറയുന്നത്, അവൻ്റെ ഒന്നാമത്തെ വരവെന്ന് പറയുന്നത്, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നത്. അതായത് പത്രോസിന് മനസ്സിലായൊരു കാര്യമുണ്ട്, ഇവനെ എന്നെ ശിക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ വിട്ടുപോകണമെന്ന് പറയാൻ കാര്യം. ശിക്ഷിക്കാൻ യോഗ്യതയുള്ള ഏക വ്യക്തിയാണ് യേശു കർത്താവ്. Certainly he can punish the sins. Because യേശു ദൈവമാണെന്നുള്ള തിരിച്ചറിവിലാണ് പത്രോസ് അത് പറയുന്നത്. ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് അവൻ്റെ പാപങ്ങളെ ശിക്ഷിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പത്രോസ് എന്നെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കാനായിട്ട് വന്നത് അല്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും കൂടെയുള്ള എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടണ്ട. എന്തൊരാശ്വാസമായിരിക്കണം അല്ലേ? അതാരാ പറയുന്നത്? ശിക്ഷിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണ് പറയുന്നത്, അല്ലാതെ വേറെ ഒരു വ്യക്തിയല്ല. ശിക്ഷിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് പറയുന്നത്. ശിക്ഷിക്കാൻ പിടിച്ചിരിക്കുകയാണ്, പക്ഷേ ശിക്ഷിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തി പറയാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടുന്ന ഒരു വ്യക്തി കോടതിയിൽ നിൽക്കുന്ന സമയത്ത് സാക്ഷി പറയാൻ വന്ന ആള് അയാളോട് ഭയപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. ഭയപ്പെടണ്ടെന്ന് പറയണമെങ്കിൽ ആര് പറയണം? ജഡ്ജ് പറയണം. ഇതേപോലെ ശിക്ഷിക്കാൻ യോഗ്യതയുള്ളവനായ വ്യക്തിയാണ് പറയുന്നത് എന്ത്? ഭയപ്പെടണ്ട. എന്തുകൊണ്ട്? കാരണം ഞാനിപ്പോൾ വന്നത് നിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വേഴ്സ് 16 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ഭാഗമാണ്, വേദഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തുകൊണ്ട്? അവനിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. നശിച്ചു പോകാതെ, അതായത് ദൈവം യേശുവിനെ അയച്ചത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, നമ്മൾ നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിനാണ്. അതാണ് യേശു മനുഷ്യനെ തേടി വന്നു എന്ന് മാത്രമല്ല, തേടി വന്നത് കൊല്ലാനല്ല എന്നുള്ളതുകൂടെ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ പ്രസംഗം കേൾക്കുന്ന, പ്രസംഗം എന്ന് പറയണ്ട, ഐ ടോക്ക് ടു യു. എന്തിനാ ഈ പ്രസംഗം എന്നൊക്കെ പറയുന്നത്? എനിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോട് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. യേശു ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. യേശു ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ നശിക്കാതിരിക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ദൈവം ഭൂമിയിലേക്ക് അവൻ്റെ പുത്രനെ അയച്ചത് കൊന്നുകളയാൻ വേണ്ടിയല്ല, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ അവരുടെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ്. വധിക്കുവാൻ വേണ്ടിയല്ല, വിടുവിക്കുവാൻ വേണ്ടിയാണ്. ഇങ്ങനെ ലോകത്തിൽ ഏതെങ്കിലും ഒരു രക്ഷകൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ എൻ്റെ പ്രിയമുള്ളവരെ. അതാണ് യേശു കർത്താവിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റുള്ള എല്ലാ റിലീജിയനിൽ നിന്നും വ്യത്യസ്തമായ കാര്യം, ബാക്കിയുള്ള എല്ലാ ദൈവങ്ങളും നല്ലവരായ ആളുകളെ രക്ഷിക്കാൻ വരുന്ന രക്ഷകന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ രക്ഷകന്മാരും ആർക്ക് വേണ്ടിയാണ് വരുന്നത്? നല്ലവർക്ക് വേണ്ടി. പക്ഷേ യേശു വന്നത് എന്ത്? നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി, വിടുവിക്കേണ്ടതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് അവൻ വന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു സ്റ്റോറിയുടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്താനായിട്ട് പരിശ്രമിക്കുകയാണ്. ജർമ്മനിയിൽ ഒരു ബൈബിൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന
ഒരു പ്രിൻറ്ററിൻ്റെ വീട്ടിൽ. അയാൾ വിശ്വാസിയൊന്നുമല്ല, ലൂഥറിൻ്റെ കാലത്തുണ്ടായിരുന്ന. ഹി വാസ് നോട്ട് എ ബിലീവർ. ജർമ്മനിലെ ഒരു ബൈബിൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിൽ പേപ്പർ ഇങ്ങനെ പറന്നുപോയ കൂട്ടത്തിൽ കീറിപ്പോയ ഒരു പേപ്പറിൻ്റെ ഒരു തുണ്ട് പേപ്പർ ഒരു പെങ്കൊച്ചിൻ്റെ കിട്ടി. ആ പെങ്കൊച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് എഴുതിയിരുന്നത്, ആ തുണ്ട് പേപ്പറിൽ മുഴുവൻ എഴുതിയിട്ടില്ല. ജോൺ ചാപ്റ്റർ 3:16 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, പക്ഷെ അത് മുഴുവൻ എഴുതിയിട്ടില്ല. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്, അത്രയേ ഉള്ളൂ. ഹി ഗേവ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇല്ല. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്ത് നൽകാൻ, ആര് എന്നൊന്നും അതിനകത്ത് ഇല്ല. ഈ കൊച്ച് ഇതിങ്ങനെ വായിച്ചുകൊണ്ടേ നടന്നു. എന്ത്? നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളല്ല. അവളുടെ മാതാപിതാക്കൾ വളരെ നിരാശരായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കൊച്ചു പെങ്കൊച്ച് ഈ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ടായി. അവരുടെ പല പാളിച്ചകൾ കൊണ്ട് തന്നെ അവർക്ക് ഒരു കേസും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവർ തെറ്റ് ചെയ്തതാണ്, അവർക്കറിയാം അവർ തെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇവരാകെപ്പാടെ നിരാശരായി ഒരു പക്ഷേ സൂയിസൈഡ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൊച്ച് ഇതും വായിച്ചുകൊണ്ട് നടക്കുന്നത്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ്, നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നൽകുവാൻ തക്കവണ്ണം എന്ന് കൊച്ചു വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ച് ഇടയ്ക്ക് അമ്മയോട് ചോദിച്ചു, അമ്മേ ഈ ദൈവം എന്തോ നൽകുവാൻ തക്കവണ്ണമാണ് സ്നേഹിച്ചതെന്ന്. എന്തോ നൽകുവാൻ തക്കവണ്ണമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ അമ്മയ്ക്കും അറിയത്തില്ല. പക്ഷേ അമ്മ ഒരു കാര്യം പറഞ്ഞു, എനിക്കറിയത്തില്ല മോളെ, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. അവൻ എന്തെങ്കിലും നൽകാൻ തയ്യാറാണെങ്കിൽ അതിനർത്ഥം അവൻ നമ്മളോട് പിണങ്ങിയിരിക്കുകയല്ല എന്നാണ്. അവൻ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ അവൻ എന്തെങ്കിലും നൽകുവാൻ തക്കവണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് അസ്. ഇന്ന് പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള സന്ദേശം ഇതാണ്. ഗാഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. ദൈവം നിങ്ങളോട് പിണങ്ങിയിരിക്കുകയല്ല. ദൈവം നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനല്ല. ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. ഈസ് റെഡി ടു ഗിവ്. അവൻ നൽകുവാൻ തക്കവണ്ണം. എന്ത് നൽകാൻ? ചില്ലറ കാര്യങ്ങൾ നൽകാനല്ല. ഇനി കുറെ കൂടെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാറ് തരാനുമല്ല ദൈവം നോക്കിയിരിക്കുന്നത്. കാറെന്നൊക്കെ പറയുന്നത് വളരെ ചില്ലറ കാര്യമാണ് പ്രിയമുള്ളവരെ. ഒരു കാറ് കിട്ടാനൊന്നും ദൈവത്തിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാറ് കിട്ടുകയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുറകെ പോയില്ലെങ്കിൽ കാറ് കിട്ടത്തില്ലേ? നിങ്ങൾക്ക് ഇവിടെ പിള്ളേർക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കുകാരൻ പുറകെ വരുമല്ലോ കാറും കൊണ്ട്. ഇവിടെ ബാങ്കുകാരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഇരിപ്പുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മിക്ക കാര്യങ്ങളും കിട്ടാനായിട്ട് ദൈവത്തിൻ്റെ പുറകെ പോയില്ലെങ്കിലും, ദൈവത്തിൻ്റെ പുറകെ പോയില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞത് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമൊന്നുമല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണെങ്കിലും തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല കാറൊന്നും നിങ്ങളുടെ കയ്യിലല്ലല്ല, ആണോ? ഇത് ഏറ്റവും നല്ല ജോലിയും നിങ്ങളുടെ കയ്യിലല്ല, ഇത് ഏറ്റവും നല്ല വീട്ടിലല്ല നിങ്ങൾ താമസിക്കുന്നത്, ആണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഏറ്റവും നല്ല കാറും ഏറ്റവും നല്ല ജോലിയും ഏറ്റവും നല്ല വീടും ദൈവമില്ലാത്തവനാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ എന്തിനായി ദൈവത്തിൻ്റെ പുറകെ പോകുന്നത്? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ ചില്ലറയാണ്. ഇതൊന്നും ദൈവത്തിന് വലിയ ആനക്കാര്യവുമല്ല. ഇതിൻ്റെയൊക്കെ പേടി ദൈവത്തെ നിങ്ങളങ്ങ് വലിയ പുകഴ്ത്തു പിടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കാര്യം ദൈവം നമുക്ക് നൽകുകയാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും ആ കൊടുക്കുന്നതിനകത്തൊരു കോസ്റ്റ്. ഇപ്പം എൻ്റെ മോള് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്. എൻ്റെ മോള് സ്കൂളിൽ പഠിക്കുമ്പം സപ്പോസ് അസംബ്ലിയിൽ ഒരു സ്പീച്ച്, അതിന് സ്കൂളിൽ കൊടുത്തിരിക്കുന്ന വിഷയം മൈ ഫാദർ. അപ്പോൾ ഇവൾ നിന്നുകൊണ്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്. എൻ്റെ ഡാഡിയെ പോലെ സ്നേഹമുള്ളൊരു ഡാഡിയെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല. ഈസ് ദ ബെസ്റ്റ് ഡാഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ വലിയ സമ്മാനങ്ങളൊക്കെയും എൻ്റെ ഡാഡി തരുന്നു. എന്തൊക്കെ സമ്മാനങ്ങളാണോ? എപ്പോഴും വലിയ വലിയ സമ്മാനങ്ങൾ. അതൊക്കെ തെളിയിക്കുന്നത് എന്താണ്? എൻ്റെ ഡാഡി എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ. ഇന്ന് രാവിലെയും ഞാനിങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വലിയൊരു സമ്മാനം എൻ്റെ ഡാഡി എനിക്ക് തന്നു, എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഹെഡ് മാസ്റ്റർ ചോദിച്ചു, എന്താ പാടി ഇന്ന് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ഡാഡി തന്ന വലിയ സമ്മാനം എന്ന് പറയുമ്പം 50 പൈസയുടെ ഒരു നാരങ്ങ മുട്ടായി എടുത്ത് കാണിച്ചു കൊടുത്താൽ നാണം കേട് ആർക്കാ? 50 പൈസ താഴെ പോയാൽ കുനിയണോ വേണ്ട നമ്മൾ രണ്ടു വട്ടം ആലോചിക്കും, നടു പോകുമോ ഇല്ലയോ എന്ന്. അത്രയേ ഉള്ളൂ നമുക്ക് 50 പൈസ. 50 പൈസയ്ക്ക് വിലയില്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. 50 പൈസയുടെ ഒരു മുട്ടായി കൊടുത്തതാണോ ഞാൻ എൻ്റെ കൊച്ചിനെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവ്? പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ളൂ ദൈവം നിങ്ങൾക്ക് തന്ന കാറും വീടും എല്ലാം. ദൈവത്തിന് 50 പൈസയുടെ വില പോലും കൊടുക്കാതെയാണ് ദൈവം ഇതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഹി വാസ് നോട്ട് പേയിങ് എ ബിഗ് കോസ്റ്റ് വെൻ ഹി വാസ് ഗിവിങ് ഓൾ ദീസ് തിങ്സ് ഫോർ യു. എന്നാൽ ഒരു കാര്യം തന്നപ്പോൾ അവൻ ശരിക്ക് പെയിൻ എടുത്തു, വില കൊടുത്തു. ഹി പെയ്ഡ് എ കോസ്റ്റ് വെൻ ഹി ഗേവ് ഹിസ് ഓൺ സൺ ഫോർ യു. അവൻ്റെ സ്വന്തം പുത്രനെ നൽകിയപ്പോൾ, ഹല്ലേലൂയ, അവൻ വില കൊടുത്തിട്ടാണ് തന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കിട്ടുന്ന ജോലിയും വീടും കാറും ഒന്നുമല്ല.
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? അവൻ സ്വന്തം പുത്രനെ തന്നു എന്നുള്ളതാണ്. ഹി ഗേവ് ഹിസ് ഓൺ സൺ. ഹി ഗേവ് ഹിസ് ഓൺ സൺ. അവൻ്റെ പുത്രനെ നൽകിയിട്ട് അവൻ പറയുകയാണ്, ഭയപ്പെടേണ്ട. ഹി ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എൻ്റെ കൊച്ചിന് 50 പൈസയുടെ മുട്ടായി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ കാറ് കൊടുക്കുന്നതും വീട് കൊടുക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. പക്ഷേ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കാറ് തരുന്നതും വീട് തരുന്നതും ജോലി തരുന്നതും എല്ലാം ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. പക്ഷേ അതല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ്. എന്താണ് തെളിവ്? അവൻ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ഈ ലോകം നശിച്ചു പോകാതിരിക്കേണ്ടതിന്, അതാണ് നമ്മൾ വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ, യേശുവിനെ, സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. അവൻ ഒരു സമ്മാനം തരുമെങ്കിൽ അവൻ പിണങ്ങിയിരിക്കുകയല്ല എന്ന സ്ത്രീയുടെ വാക്കുകളെ നിങ്ങൾ ഓർക്കുക. ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. ദൈവം നിങ്ങളോട് പിണങ്ങിയിരിക്കുകയല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വിശ്വാസിയെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അവിശ്വാസിയെ ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹി ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. ഹി ഈസ് വിത്ത് യു. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള ദൂതിതാണ്, പ്രിയമുള്ളവരെ, ഗോഡ് ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. ദൈവം നിങ്ങളോട് ദേഷ്യപ്പെട്ടിരിക്കുകയല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ് അവൻ തൻ്റെ സ്വന്തം പുത്രനെ നിങ്ങൾക്ക് നൽകിയത്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ കർത്താവിനോട് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ് ലോർഡ്, ഞാൻ നിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നു. നിൻ്റെ പുത്രൻ എനിക്ക് നൽകിയത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനതിനെ നിഷേധിക്കുകയില്ല. ഞാൻ നിൻ്റെ പുത്രനെ സ്വീകരിക്കുന്നു. നിൻ്റെ പുത്രൻ എനിക്ക് വേണം. ആ യേശുവിനെ ഒരു ദിവസത്തേക്ക് മാത്രമല്ല, ഞാനൊരു പക്ഷേ 12 വർഷം മുമ്പ്, 8 മാസം മുമ്പ് കൈപൊക്കി, അന്ന് ഒരു ദിവസത്തേക്കല്ല. നിൻ്റെ പുത്രൻ എനിക്ക് വേണം. അവനെ നൽകിയിരിക്കുകയാണ്. അവൻ നൽകിയത് തിരിച്ചെടുക്കാൻ വേണ്ടിയല്ല, തൻ്റെ സ്വന്തം പുത്രനെ അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. ഇന്ന് യേശുവിനെ മുന്നിൽ നിർത്തിയിട്ട് കർത്താവ് പറയാണ്, പിതാവ് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് തന്ന സമ്മാനമാണ് എൻ്റെ പുത്രൻ. എൻ്റെ പുത്രനെ നിനക്ക് വേണോ എന്ന് ചോദിക്കുകയാണ്. എത്ര പേര് പറയും, ആ പുത്രനെ എനിക്ക് വേണം, ആ പുത്രനെ എനിക്ക് വേണം? കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാം, കർത്താവേ, നിൻ്റെ സമ്മാനമായി നീ എനിക്ക് തന്ന പുത്രനായി ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഐ നീഡ് യുവർ സൺ. എന്നെ സഹായിക്കണമേ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.